ഹലോ, എല്ലാവർക്കും SR കറികളിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എഗ്ഗ് റോൾ റെഡിയാക്കിയെടുക്കാനായി 4 ചപ്പാത്തി എടുത്തിട്ടുണ്ട്. വീട്ടിൽ തന്നെ ചുട്ടെടുത്ത ചപ്പാത്തിയാണ് ഇത്. ഇനി വേണ്ടത് 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1 ലെമൺ ജ്യൂസ്, 1 സബോള, 3 കളറിലുള്ള ക്യാപ്സിക്കം, 1 ഹാഫ് ക്യാരറ്റ്, 1 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത്, കുറച്ച് മല്ലിയില ചെറുതായി കട്ട് ചെയ്തത്. സബോള നൈസായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. വെജിറ്റബിൾസും അത് നൈസായി കട്ട് ചെയ്തെടുക്കുക. 1/4 ഭാഗം എടുത്താൽ മതി. ഇത് മാറ്റി വെച്ച് കൊടുക്കാം. 4 മുട്ട എടുത്തിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് കട്ട് ചെയ്ത് വെച്ച എല്ലാ വെജിറ്റബിൾസും ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ അത് എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഞാൻ ഇത്രയ്ക്കാണ് എടുത്തിരിക്കുന്നത്. കുക്കുംബർ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പും 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും ലെമൺ ജ്യൂസും ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് മാറ്റി വയ്ക്കാം. ഒരു ബൗളിലേക്ക് എടുത്തു വെച്ച മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഒരു നുള്ള് ഉപ്പിട്ട് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഇതും മാറ്റി വയ്ക്കുക. ചൂടായ പാനിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ തേച്ച് കൊടുക്കാം. ബട്ടർ മെൽറ്റായാൽ ബീറ്റ് ചെയ്ത് വെച്ച എഗ്ഗിൽ നിന്ന് 4ൽ 1 ഭാഗം എടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം പോലെ ചുറ്റിച്ചെടുക്കുക. ഇതിൻ്റെ മുകളിൽ ചപ്പാത്തി വെച്ച് കൊടുക്കുക. മുട്ട വെന്ത് കിട്ടാനായി 2 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. മുകളിൽ ബട്ടർ തേച്ച് കൊടുക്കാം. എന്നിട്ട് മറിച്ചിട്ട് കൊടുക്കുക. ഒരു 2 സെക്കൻഡ് ഇട്ടതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. ബാക്കിയുള്ളതും ഇതുപോലെ ചെയ്തെടുക്കുക. ഇതിൻ്റെ മുകളിലായി 1 ടീസ്പൂൺ മയോണൈസ് തേച്ച് കൊടുക്കാം. ഞാൻ റെഡിമെയ്ഡ് മയോണൈസാണ് എടുത്തിരിക്കുന്നത്. 1 ടീസ്പൂൺ കച്ചപ്പും തേച്ച് കൊടുക്കാം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച വെജിറ്റബിൾസ് വെച്ച് കൊടുക്കുക. എന്നിട്ട് റോള് പോലെ ചുറ്റിച്ചെടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ പേപ്പർ അടിയിൽ വെച്ച് കൊടുക്കാം. ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അടിപൊളി എഗ്ഗ് റോളാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക. അപ്പോൾ ഞാനിടുന്ന ഇതുപോലുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.